നമ്മൾ ഉപ്പേരി വെക്കുന്ന വീഡിയോ ആണ് എടുക്കുന്നത്. ഇത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയുടെ കളർ അങ്ങനെ ഇരിക്കുന്ന ഇത് കടുകെണ്ണയാണ്. കണ്ടിട്ട് തേന് പോലെ. സത്യല്ലേടാ, ശരിയാ, തേൻ്റെ കളറുണ്ട്. അതെ, ഇവിടെ അച്ഛനൊക്കെ ഭയങ്കര കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ ഭയങ്കര ഹൈയാ. ഇവനിങ്ങനെ പൊട്ടത്തിലൊക്കെ പറയും, ആരും അതൊന്നും കേക്കണ്ട. അച്ഛൻ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. അതെന്താ അച്ഛന് ഇവിടുന്ന് ബീഫൊന്നും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കത്തില്ല. അപ്പൊ അച്ഛൻ പുറത്തുനിന്ന് പന്നി പിന്നെയും കുഴപ്പമില്ല മോനെ, പക്ഷെ ബീഫാണ് കഴിക്കാൻ പാടില്ലാത്ത. ബീഫ് അച്ഛൻ നന്നായി കഴിക്കും. കടുക് പൊട്ടട്ടെ. എന്റെ മണിക്കുട്ട, നീ അവിടെ പോയി നിന്നാ ഒന്നും കേക്കത്തില്ല. ഇങ്ങോട്ട് വാ, അവൻ അപ്പുറം പോയി നിന്ന് സംസാരിക്കുക. കടുക് പൊട്ടിക്കഴിയാനായി. വെള്ളം ഉണ്ടായിരുന്നു ചട്ടിയില്. അത് ശരി, അത് നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോടാ. കടുക് പൊട്ടുണ്ടോ മതേ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കുന്നുണ്ടല്ലോ കടുകിന്റെ. ഇതിന്റെ ബേക്കിൽ അമ്മേ വിറക് നനവ് ഉള്ളത് ഉണങ്ങാൻ വേണ്ടിയിട്ടേ വെച്ചതാട്ടോ. നമ്മൾ ഇവിടെ എല്ലാം ഭക്ഷണം ഉണ്ടാക്കി കഴിയുമ്പോൾ ലാസ്റ്റ് അടുപ്പിൻ്റെ മുകളിൽ വിറകെടുത്ത് വെക്കും. അപ്പോൾ നല്ല ചൂടായിരിക്കും. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ തണുപ്പ് പിടിച്ചിട്ടേ കത്താതെ ഇരിക്കില്ല വിറക്. അതുകൊണ്ട് തീപ്പെട്ടിയും കൂടി വെച്ചിട്ടുണ്ട്. തീപ്പെട്ടി വെച്ചത് എന്താ വെച്ചാല് തീപ്പെട്ടിയും ചൂടായിരിക്കാൻ വേണ്ടിയിട്ടാണ്. പറയുമ്പോൾ ഇതെന്താ? അത് നാരങ്ങ വിളക്ക് തേക്കാൻ വേണ്ടി ചീഞ്ഞ് പോയത് അവിടെ വെച്ചതാണ്. ഇത് വിളക്ക്, നിലവിളക്ക് തേക്കാനില്ലമ്മേ. നിലവിളക്ക് തേക്കാൻ വേണ്ടി ഇവിടെ വെച്ചു കേട്ടോ. അതവിടെ ഇരുന്നോട്ടെ. പൊട്ടിയമ്മ ഇട്ടോ. അമ്മ ഇങ്ങനെ താലം പോലെ പിടിച്ചു വെക്കുകയാണ് ചതച്ച സാധനം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പേരി എന്താന്ന് പറഞ്ഞു കൊടുക്ക്. കായും അല്ല വാഴക്കായും പിന്നെ ചെറുപയറും വേണം. അതമ്മ വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു കുഞ്ഞിക്കലത്തില്. എന്റെ കയ്യിലേക്ക് പൊട്ടിത്തെറിച്ചു. പൊട്ടിയമ്മ, നല്ല വേദന ഉണ്ടടാ. അതെ, അത് അതിൽ ചെറിയ ജലാംശം ഉണ്ടാവും. കൊച്ചിന് ഉപ്പേരികളാണോ ഇഷ്ടം, ചാറുകറികളാണോ കൂടുതലിഷ്ടം? ഇഞ്ചിയോ? ഇഞ്ചിക്കറി. ഇവൻ ചുമ്മാ തള്ളുന്ന കേട്ടോ. ഇവൻ ഇഞ്ചിക്കറി ഒന്നല്ല. നിനക്ക് എന്നാ ഇഷ്ടം? ഇവർക്ക് കൂടുതൽ ഇഷ്ടം ചിക്കനാണ് കേട്ടോ. ബീഫ് അങ്ങനെയൊന്നും തിന്നത്തില്ല, കുറേശ്ശേ കഴിക്കത്തുള്ളൂ. പിന്നെ മീനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ ചിക്കൻ ഭയങ്കര ഇഷ്ടം. ചിക്കൻ പൊരിച്ചതാണ് ഇവരെ ഫേവറേറ്റ് അല്ലേ? രശ്മി അമ്മേനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയും ചിക്കൻ പൊരിക്കണമെന്ന്. അപ്പൊ ഇത് മൂക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്നാ ചെയ്യാം, അതിലേക്ക് പയറിടാം അല്ലെ? മൂത്തിട്ട് ഉള്ളിയൊക്കെ മൂത്തപ്പോ വേവിച്ച് വെച്ച പയറും വാഴയ്ക്ക് ഇട്ടു. അതെന്താന്നറിയോ, ഇടയ്ക്ക് ഇവൻ ഓടിപ്പോയി. ഇവൻ ഇടയ്ക്കിടയ്ക്ക് കളിക്കാൻ പോകും. ഇവന് ബോറടിക്കണം. ഇവനെ നമുക്ക് തിരിച്ചടിക്കണം. ചാറ് കളയണ്ടമ്മേ, പയറും വാഴയ്ക്കും വേവിച്ചല്ലേ, അത് നല്ല. അതിലിച്ചിരി ഈ അടുപ്പിൽ വെച്ച് വേവിക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിക്കുമല്ലോ. അപ്പം അങ്ങനെ അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ട്. അപ്പം അത് കളയണ്ട, കാരണം പയറൊക്കെ പ്രോട്ടീനല്ലേ, അതിൻ്റെ ഗ്രേവി നല്ലതാണ്. നമ്മൾ ഈ മുതിരേൻ്റെ വേവിച്ച വെള്ളമൊക്കെ എടുത്ത് മുതിരപ്പുളിയൊക്കെ ഉണ്ടാക്കും പോലെ അതിനെ നമുക്ക് ഗ്രേവി ആയിട്ട് കൂട്ടാം. അവൻ വിറക് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക തീ എത്തിക്കാനേ. എന്താണ് മണിക്കുട്ട കാണിക്കുന്നേ? എടാ എൻ്റെ കൈ പൊള്ളിക്കോ? എടാ ചെറുക്ക അവിടെ വെക്കണം. അവൻ എന്നൊക്കെയാ കാണിക്കുന്നേന്നുണ്ടോ ഈ കുരുട്ടടക്ക? അതേ കാണിക്കുന്നു നോക്ക്.
കത്തുന്ന അടുപ്പിനെ അവൻ ഇതാക്കുവാണേ. ഇനി അത് നല്ലൊന്ന് ഫ്രൈ ആയി വരണം അല്ലേ മണിക്കുട്ടാ? അപ്പോൾ നമ്മുടെ ഉപ്പേരി അല്ല കേട്ടോ, സത്യത്തിൽ ഇത് മെഴുക്കുവരട്ടിയാണ്. നമ്മൾ തേങ്ങ ഇടുന്നതിനാണ് ഉപ്പേരി എന്ന് പറയുക. അല്ലാതെ കടുക് വറുത്തിങ്ങനെ മുളകും ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് ഇതാക്കുന്നതിന് മെഴുക്കുവരട്ടി പറയും. ഇവിടെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഉപ്പേരിയും കൂട്ടി കഞ്ഞി കുടിക്കാം. നമ്മൾ അങ്ങനെ മെഴുക്കുവരട്ടി ഉപ്പേരിയും മെഴുക്കുവരട്ടി ഉപ്പേരി ഇല്ല, മെഴുക്കുവരട്ടി കഞ്ഞി. നല്ല റേഷനറി കഞ്ഞിയും മെഴുക്കുവരട്ടിയും കൂടെ കഴിക്കുക. അത് ആദ്യം ഇച്ചിരി ഉപ്പ് ഒഴിക്കാം. നമുക്കൊന്ന് ഇച്ചിരി ഉപ്പ് ഒഴിച്ചു തരാം രജി. കുറച്ച് മിക്സ് ചെയ്യേ. അയ്യോ അങ്ങനെ കുടിക്കുന്നത്. കുഞ്ഞനാണ് നമ്മുടെ ഇന്ന് ടേസ്റ്റ് ചെയ്യുന്ന ആള്, കുഞ്ഞു മനീഷൻ. അങ്ങനെയൊന്നും കാണിക്കല്ലേ. നേരെ ഇരുന്നേ. ഇനി കുറച്ച് ഇത് കറി അതിലേക്കിട്ടെ. കുറച്ചുകൂടി ഇടും മോനെ. എന്നൊക്കെ രുചി ഇട്ട് തരാം. കറിയിലേക്ക് ഇത് വന്നിട്ട് മിക്സ് ചെയ്തു. ഓക്കെ, കൊരി കുടിച്ചു നോക്ക്. രജി വായിൽ വെച്ച് തരാം. എന്നാൽ കൊച്ചു കൊച്ചു കഴിക്കും. എങ്ങനെയുണ്ട്? നല്ല ഇത് ഈ കറിയുടെ പീസൊക്കെ കൂട്ടിയിട്ട് കഴിക്കും. കഴിക്കേ, കഴിച്ച്. അതതിൻ്റെ ഗ്രേവി നമ്മൾ മാറ്റി വെച്ചത്. ഒരു പിന്നെ മണിക്കുട്ടൻ്റെ കൊടുത്തേ. കുറച്ച് കൊഞ്ചം. അവൻ മേടിക്കുന്നില്ല, മണിക്കുട്ടൻ വാങ്ങുന്നില്ല. എന്നാൽ രജി വാങ്ങാം. രജിക്ക് വായിൽ വെച്ചതാ. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പം എന്താ പറയണ്ടേ? എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തൊന്ന് കാണണേ. ഞങ്ങൾക്ക് വ്യൂസ് കുറവാണ്. ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ ഓക്കെ, ബൈ.